വന്നിട്ടുള്ള നമ്മുടെ വേവ് മോഷൻ തരംഗചലനം എന്ന ചാപ്റ്ററിൽ നിന്നും 6 മാർക്കിന് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സോ മക്കളെ പെട്ടെന്ന് നമുക്കുള്ള ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതുപോലെ നമുക്കൊരു വേവ് തരും, ഒരു തരംഗം തരും. എന്നിട്ട് നമ്മോട് ചോദിക്കും ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആയത് കണ്ടുപിടിക്കുക, വേവ് ലെങ്ത് തരംഗ ദൈർഘ്യം എങ്ങനെ കണ്ടുപിടിക്കുക, ഫ്രീക്വൻസി ആവൃത്തി എങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെ സ്പീഡൊക്കെ കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് നമ്മളോട് ചോദിക്കും. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഇതിനെ കുറിച്ച് വളരെ ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാക്കിയിട്ട് മാത്രം വേണം നിങ്ങൾ പോകാൻ കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് വേവ്? അല്ലെ, ഇതിന്റെ ആയത് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആയത് എന്ന് പറഞ്ഞ മക്കൾ മനസ്സിലാക്കണം, ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. അല്ലെ, ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിന്നും ഈ ഒരു വേവിന് ഉണ്ടായിട്ടുള്ള മാക്സിമം ഹൈറ്റ് ഇതാണല്ലോ. നോക്കി, ഇനി താഴേക്ക് വേണമെങ്കിൽ എടുക്കാട്ടെ ഏതും. ഓക്കെ, ഇതെടുത്തുള്ള ദൂരത്തിനാണ് മാക്സിമം ഹൈറ്റിനെയാണ് നമ്മൾ പറയാ ആയത് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് യോജിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രയാണ്. ഇങ്ങോട്ട് യോജിപ്പിച്ച് നോക്കിയേ. അപ്പൊ നമുക്ക് മനസ്സിലായത് എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ് അല്ലെ, 2 സെന്റിമീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ അല്ലെ, തരംഗ ദൈർഘ്യം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അത് വളരെ സിമ്പിൾ ആണ്. കാരണം എന്താ, ഈ തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ മക്കൾ മനസ്സിലാക്കണം എന്താണെടാ, ഒരു വൈബ്രേഷൻ എടുത്തിട്ടുള്ള ലെങ്ത് ആണ്. അപ്പൊ ഒരു വൈബ്രേഷൻ എന്താ നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലെ. വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനം എന്നാണ് കേട്ടോ. നോക്കിയോ, ഇതാണ് ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ, നോക്കിയോ ഇതാണ് ഒരു വൈബ്രേഷൻ. ഒരു മുകളിലുള്ള ഭാഗവും ഒരു താഴെയുള്ള ഭാഗവും ചേർന്നതാണ് ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത്. മുകളിലുള്ള ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് ക്രിസ്റ്റ്, എന്താണ് ശൃംഖം എന്ന് മലയാളത്തിൽ പറയും. താഴെയുള്ള ഭാഗമാണ് എന്ത് മക്കളെ? ട്രഫ് എന്ന് പറയും കേട്ടോ. അതായത് ഗർത്തം, ഗർത്തം എന്ന് മലയാളത്തിൽ പറയും കേട്ടോ. ട്രഫ്, ക്രസ്റ്റ്. ഓക്കെ, അപ്പം ഒരു ക്രസ്റ്റും ഒരു ട്രഫും ചേർന്നതാണ് ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിനെടുത്ത ദൂരമാണ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി അല്ലെ, ഇവിടെ ഇനീഷ്യൽ പോയിന്റ്, ഇവിടെ ഫൈനൽ പോയിന്റ്. അപ്പൊ ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ അതിനെടുത്തിട്ടുള്ള ദൂരം കിട്ടും. അത് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് 8 മീറ്റർ ആണെന്ന് അല്ലെ, 8 മീറ്റർ ആണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ് ഇഫ് ഇറ്റ് ടുക്ക് 0.2 സെക്കൻഡ് ടു റീച്ച് എ. എയിലെത്താൻ അല്ലെ, എയിലെത്താൻ എവിടെയാ മക്കളെ? എ എന്ന് പറയുന്നത് ഇതാണ് എ അല്ലെ, ഇവിടെയാണ് എ. എയിലെത്താൻ അല്ലെ, എയിലെത്താന് 0.2 സെക്കൻഡ് എടുത്തിട്ടുണ്ടെന്ന് നമ്മളോട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വേവിന്റെ ആവൃത്തി അല്ലെ, ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതെന്താണെന്ന് മക്കൾക്ക് അറിയോ? എന്താണ്? F is equal to മക്കളെ N/T. ഓക്കെ, F is equal to N/T. ടി എഴുതുമ്പോൾ സ്മോൾ ടി ആണെന്ന് മനസ്സിലാക്കണം കേട്ടോ. ഈ സ്മോൾ ടി ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള എത്രയാണ്? 0.2 സെക്കൻഡ് അല്ലെ. എയിലെത്താൻ എടുത്തുള്ള സമയമാണ് 0.2 സെക്കൻഡ് എന്ന് പറയുന്നത്. പക്ഷെ N എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയില്ല. N എന്ന് പറയുന്ന മക്കൾ മനസ്സിലായിക്കോ, നമ്പർ ഓഫ് വൈബ്രേഷൻ. എയിലെത്താൻ എത്ര വൈബ്രേഷൻസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എത്ര കമ്പനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എയിലെത്താൻ. സോ എ എവിടെ കിടക്കുന്നു നോക്കിയോ? എ ഇതാ ഇവിടെ മക്കളെ അല്ലെ, എ ഇതാ ഇവിടെ. എയിലെത്താൻ എത്ര വൈബ്രേഷൻസ് ഉണ്ട്? ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മേലോട്ടും ഒരു താഴോട്ടും ചേർന്നത്, ഒരു ക്രസ്റ്റും ഒരു ട്രഫും ചേർന്നത്. സോ ഇവിടെ ഒരു വൈബ്രേഷൻ കംപ്ലീറ്റഡ്, 1, then 2 അല്ലെ, 3. സോ നമുക്ക് കിട്ടി N സമം 3. യൂണിറ്റ് ഒന്നുമില്ല കേട്ടോ. N സമം എത്രയാണ് മക്കളെ? N സമം 3 എന്ന് കിട്ടി. സിമ്പിൾ ആയിട്ട് F കണ്ടുപിടിക്കാം. F is equal to എന്താണ് ഇക്വേഷൻ? F is equal to N/T. that is equal to എത്രയാ? 3/0.2. അപ്പം ഇത് അല്ലെ, ഇത് നമുക്ക് കുറച്ച് ടഫാണ് അല്ലെ ഇങ്ങനെ എഴുതാനൊക്കെ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മുകളിലും താഴെയും 10 കൊണ്ട് ഗുണിക്കാം. 3 × 10 ഡിവൈഡഡ് 0.2 × 10. അപ്പൊ എന്ത് വരും? മുകളിൽ 30 എന്ന് വരും, താഴെ എത്ര വരും? 0.2നെ 10 കൊണ്ട് ഗുണിച്ചാൽ 2 എന്ന് വരും അല്ലെ. അപ്പൊ 30/2 = 15 യൂണിറ്റ്. എന്തായിരുന്നു? ഫ്രീക്വൻസിയുടെ യൂണിറ്റ് വേണം നിങ്ങൾ എഴുതി കൊടുക്കാൻ. ദാറ്റ് ഈസ് ഹെഡ്സ്. ഓക്കെ, ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടിയത് അല്ലേ. അപ്പം നിങ്ങൾ 3/0.2നെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മുകളിലും താഴെയും ഒരേപോലെയുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഡിവൈഡ് ചെയ്യും മൾട്ടിപ്ലൈ ചെയ്താലേ ഉത്തരത്തിനൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, സെറ്റ്.
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? ഇതിന്റെ തരംഗ വേഗം അല്ലെ, സ്പീഡ് ഓഫ് ദ വേവ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വേവിന്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ അതിനൊരു ഇക്വേഷൻ നമുക്കറിയാം. വി ആണ് അല്ലെ, സ്പീഡ് എന്ന് പറഞ്ഞാൽ വി ആണ്. വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കണം. ഓക്കെ, എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഫ്രീക്വൻസി, ആവൃത്തിയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? തരംഗദൈർഘ്യം, വേവ് ലെങ്തിനെയാണ് നമ്മൾ ലാംഡ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ രണ്ടും കിട്ടിയിട്ടുണ്ട്. സോ എഫ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 15 ഇൻറ്റു ലാംഡ എന്ന് പറയുന്നത് ഓൾറെഡി 8 ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 120 മീറ്റർ ബൈ സെക്കൻഡ് എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ നിങ്ങൾക്ക്? അപ്പം ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം കേട്ടോ എക്സാമിന് പോവാന്. സോ ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരികയാണ്. ഇതാണ് നമ്മളുടെ ഹോംവർക്ക് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ക്വസ്റ്റ്യൻ? ഞാൻ ഒരു വേവ് തന്നിട്ടുണ്ട്, നോക്കിയോ, വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഒരു വേവ് ഉണ്ട് അല്ലേ? വേവിന്റെ ഹൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതുപോലെ തന്നെ ഇവിടേക്ക് ഞാൻ ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. 0, 6, 12, 18, 24, 30, 36, 44 അങ്ങനെ പോകുന്നുണ്ട് അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. Find amplitude of this wave and find wavelength of this wave. ഇതിന്റെ ആയതയും തരംഗദൈർഘ്യവും കണ്ടുപിടിക്കാനാണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ നോക്കിയിരിക്കും. സോ താങ്ക് യു സോ മച്ച്. ബൈ.